ഹോഹിജോയോടും അമ്മയോടും കൂടെ സംസാരിക്കുകയായിരിക്കും. ഇനി ഹോഹിജോ ജോലിക്ക് പോകരുതെന്നും അവർ തമ്മിലുള്ള സീക്രട്ടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണമെന്നും ബെക്സന്റെ അച്ഛനെ ഇലക്ഷന് തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നും ഒക്കെയല്ല വാണിംഗ് കൊടുക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും. ബെക്സന്റെ അമ്മ പോയതിനു ശേഷം അവളുടെ അമ്മ അവളെ കുറെ വഴക്ക് പറയുകയും ചേച്ചിയുടെ സ്ഥാനം തട്ടിയെടുത്തതല്ലേ നീ, ഇനി ആ സ്ഥാനം സേഫാക്കാൻ വേണ്ടി നോക്കിയെന്നും പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കും അവളെ. ഇതിന്റെ എല്ലാം വിഷമത്തില് ഹോഹിജോ നല്ല മഴയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരിക്കും. ന്യൂസുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മറിയുന്നതും അവളുടെ കൺട്രോൾ വിട്ടിട്ട് വണ്ടി പല രീതിയിലേക്കും പോകുന്നതൊക്കെ അവളെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോഴായിരിക്കും രാവിലെ ന്യൂസിൽ കിഡ്നാപ്പേഴ്സ് ഇലക്ട്രോണിക് വണ്ടികൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് അവൾക്ക് ഓർമ്മയിൽ വിടുക. അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും അവൾക്കും ഉണ്ടാവുക. വണ്ടി ലോക്ക് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ ഒന്നും അവൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് ഒടുവില് വണ്ടി പോയി അവസാനിക്കുകയാണ്. അങ്ങനെ അവള് പേടിച്ചു നിൽക്കുന്ന സമയത്ത് അവളുടെ മുമ്പിൽ ഒരുവൻ നിന്ന് നോക്കുന്നുണ്ടാവും. അയാളാണ് അതുവരെ കൺട്രോൾ ചെയ്തെന്നുള്ളത് അവൾക്ക് മനസ്സിലാകും. അവള് ഡോറ് കുത്തി തുറക്കാനൊക്കെ നോക്കും, ഒരു രക്ഷയും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അയാൾ ഫോണിൽ നോക്കിക്കൊണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യുകയും അതിന്റെ ബാക്കിൽ കയറിയിരുന്ന് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും.